എൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി, മുഴുവൻ ശരീരത്തെ നീ കർത്താവിന് സമർപ്പിക്കുക. കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത്. ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനീര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവസ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ സ്തുതിക്കണം, അഭിഷേകത്തോടെ സ്തുതിക്കണം. കർത്താവേ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി, കൃപയായി കരുതുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി, ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി, ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവേ, ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണം. കർത്താവേ, നിൻ്റെ അണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മരിച്ചു പോകുന്ന ഉറപ്പായിട്ടുള്ളവരെ വരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ. ശ്രുതിക്കട്ടെ. പ്രവർത്തിച്ചുകൊണ്ട് ഈശോയെ ആരാധനയിലൂടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരും ദൈവസ്നേഹത്തോടെ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ ഒരു കണ്ണിന് പൊത്തുക, രണ്ട് കണ്ണും പൊത്തണ്ട. അതുപോലെ തന്നെ കരളിന് കേടുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. പ്ലീഹായിക്ക് കുഴപ്പമുള്ളവർ അവിടെ തന്നെ കൈവെക്കണം. കുടലിന് കുഴപ്പമുള്ളവർ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം. നടുവലിന് വേദനയുള്ളവർ നടുവിൽ കൈവച്ചാൽ, കിഡ്നി രോഗികൾ അവിടെ തന്നെ കൈവെക്കുക. പിസിഒടിക്കാർ, അൾസർ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സ്പണ്ടിലോസിസ് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവെക്കുക. പ്രഷർ കൂടുതലുള്ളവർ ശിരസിൽ കൈവെക്കുക. നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ്. കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു, അതെന്നെ കാരണം. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവൻ്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ, ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ത്വക്ക് രോഗികൾ, വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമേ. തൊണ്ട രോഗികൾ, ടോൺസിലൈറ്റിസ് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, അവിടെ വിശുദ്ധമായ നിന്റെ അണിപ്പെടുത്താൻ വലത് കരുത്താൻ നീ അവരെ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശ രോഗികൾ ആന്തരിക ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം വരെ ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. നിങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. സാമൂഹ്യസഭയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി. അപ്പോഴനേകം മാതാപിതാക്കന്മാർ 3 മണിക്കൂർ മുഴുവനും
മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട്. അവരുടെ മക്കളെല്ലാം അകത്തിരിപ്പുണ്ട്. അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത്. ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിൻ്റെ ലക്ഷണമാണത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർക്കണം. കാര്യം കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത്. തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗെത്സമനിയിൽ നിന്ന് മുട്ടുകല്ലിൽ എഴുന്നേറ്റ് വന്നത്. എനിക്കെപ്പോഴും എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗെത്സമനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു 1 മീറ്റർ സ്ഥലമേ ഉള്ളത്. ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ. കാര്യം അത്ര വലുതാണ് ഗെത്സമനി എന്ന് പറയണത്. അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ്, അപ്പാ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനോട് സമർപ്പിച്ചത്. എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത്, വിഷമിക്കുന്ന, വിങ്ങുന്ന, നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിത ദുരിതങ്ങള്, ജീവിത സഹനങ്ങള്, ജീവിത പ്രശ്നങ്ങളിലെ ആരും സഹായിക്കാനില്ലാതെ, പിന്തുണയില്ലാതെ, കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റെടുക്കണമേ, കണ്ണുനീരേറ്റെടുക്കണമേ, അവരെ സന്ധിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, എന്നെ അറിയാൻ ഇടയാക്കണമേ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വാഗ്ദാന പേടകമായ നീ ഞങ്ങളിൽ മറുകര കടക്കുവോളം ഈശോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. അറിയിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം വരുന്നവർ ഒന്ന് വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് വരാത്ത കുറേ പേര് സങ്കടപ്പെട്ടു പോയി. അത് നിങ്ങൾ വിളിച്ച് ചോദിക്കാഞ്ഞത് വരണം കൊണ്ടാണ്. അപ്പം ചില സമയത്തൊക്കെ സീരിയസ് വിഷയം. കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛന്മാരുടെ രൂപതയിൽ വൈദികരുടെ ധ്യാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ട് അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ രാവിലെ തന്നെ വരാൻ നോക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ ഉടമ്പടി എടുത്ത് നിങ്ങൾ പുറത്ത് വരുമ്പോൾ അച്ഛൻ്റെ ഉച്ചവരെയുള്ള ധ്യാനം എന്താ ആൾക്കാരെ കാണുന്ന തീരും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഉച്ച കഴിഞ്ഞേ ചിലപ്പോൾ ചീട്ട് കിട്ടത്തുള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷേ അച്ഛനെ കാണുകയും ചെയ്യണം. അവർ 10-11 മണിക്കോ 12 മണിക്കാണ് വന്നെങ്കിൽ പിന്നെ അവർ 2 മണിക്കല്ലേ ഉടമ്പടിക്ക് കയറാൻ പറ്റത്തുള്ളവർക്ക്. അവരിറങ്ങണത് 4:30 മണിക്കാണ് ഇറങ്ങണത്. അപ്പോഴേ എൻ്റെ ശുശ്രൂഷ ഇവിടുത്തെ തീരും, അടുക്കള ഇവിടെ ആൾത്താറിലെ ശുശ്രൂഷ തീരും. അപ്പം നിങ്ങൾക്ക് ചീട്ട് അവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛനെ കാണാൻ ഉറപ്പിച്ച് വരുന്നവരെ ഒന്ന് രാവിലെ തന്നെ എത്താൻ നോക്കണം. ഉടമ്പടി എടുത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് പുതുക്കിയ കാണാൻ ഉടനെ ചീട്ട് കിട്ടും. അതിൽ ഉടമ്പടിയിലാണ്, അവിടെ വിഷയം എമർജൻസി ആണെങ്കിലും ചീട്ട് കിട്ടും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ, ഇപ്പം നിങ്ങൾ വിവാഹം ഒത്തു വരണില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ രേഖ വേണം. ഇപ്പം വിവാഹം ഒത്തു വന്നില്ല, എന്ത് രേഖ തരാനാണെന്ന് ചോദിച്ചാൽ നിങ്ങളത് എഴുതി തന്നെ അച്ഛനെ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. അല്ല നിങ്ങളൊന്നും കൈമരത്തിൽ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ആ ചീട്ട് കിട്ടി, ആ ചീട്ടൊന്നും വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചീട്ട് എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ അറിയാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി നിങ്ങളെ പുതുക്കിയതാണ്, ഉടമ്പടി എടുത്തതാണ് എന്നൊക്കെ സ്റ്റാറ്റസ് നോക്കാനേ പറ്റത്തുള്ളൂ. ചീട്ടിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ നിങ്ങളുടെ വിഷയം, ഓരോ ചീട്ടിനും ഓരോ കളർ, ഓരോ വിഷയത്തിനും ഓരോ കളറല്ലേ. അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് ചീട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചിട്ട ഉണ്ടാകണം, ഉന്തും തള്ളും ഉണ്ടാകരുത്. അതുകൊണ്ട് ശാന്തമായിട്ട് ആൾത്താര ശുശ്രൂഷ നടക്കാൻ വേണ്ടിയാണ് ഓരോ ചീട്ടിനും ഓരോ വിഷയത്തിനും ഓരോ കളറും അതിന് ഓരോ നമ്പരും തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വിഷയം അവിടെ നിന്ന് നിങ്ങൾക്ക് ചീട്ട് കിട്ടണമെങ്കിൽ, ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, കാര്യം നിങ്ങൾക്കറിയാം രാവിലെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം നിൽക്കണമെന്ന് 400 പേരൊക്കെ. അപ്പം 400 പേര് 2 പേര് 3 പേരെ വെച്ചാണ് ചീട്ട് നിങ്ങളുടെ ഉടമ്പടി പരിശോധിക്കുന്നത്. അപ്പം ചില ആൾക്കാർ അവിടെ വിഷയത്തിൻ്റെ സീരിയസ് വിഷയത്തിൻ്റെ ആയിരിക്കും, പക്ഷേ ചീട്ടുണ്ടാകത്തില്ല. പിന്നെ അവരെ മാറ്റി ഉടനെ ചീട്ടെടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ പിന്നെ അവർ ഓഫീസിൽ നിന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ട് വാട്സാപ്പിൽ അവർ സെൻഡ് ചെയ്യിക്കും. അതിന് രേഖ അവിടെ വേണ്ടി വരും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരുടെ വിഷയങ്ങളെല്ലാം സീരിയസ് ആയിരിക്കണം, എമർജൻസി ആയിരിക്കണം. അതിന് മുന്നിൽ സമയം ഉണ്ടാക്കാത്ത എമർജൻസി, ഇപ്പോൾ ജപ്റ്റ് നടപടി, അതുപോലെ തന്നെ ഓപ്പറേഷൻ, ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ രേഖ അവിടെ കാണിക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ ആണോ അല്ലേന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഓപ്പറേഷൻ ആണെന്ന് വാഗൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. അതാണ് പ്രശ്നം.
നിങ്ങൾ പറയുന്ന ഒരു കൊണ്ട് പറയുന്ന ഒരു കാര്യവും ഇവിടെ വിശ്വസിക്കത്തില്ല. കാര്യം അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ സ്ഥലമല്ലത്. ഓരോരുത്തർ വായിത്തൊന്നുള്ള എന്തൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് മരിച്ചില്ലെങ്കിൽ പറയും ഞാൻ വിധവയാണെന്ന് പറയും പോരെ. എന്നിട്ട് അങ്ങനെ പറയണമെങ്കിൽ അവർക്കിപ്പോൾ അവരുടെ മനസ്സിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാണുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രേഖ വേണമെന്ന് പറയുന്നത്. ഒരു 100-100 പേരാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, എല്ലാവർക്കും ചീട്ട് കിട്ടും. ഇതിപ്പോൾ 200-300 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും എമർജൻസി ഉള്ളവരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചാൽ മതി, എല്ലാവരെയും കാണും, ഒരു സംശയമില്ല. നിങ്ങൾക്ക് വിഷയമുണ്ട്, അത് സീരിയസ് ആണെങ്കിൽ എല്ലാവരെയും കാണും. ഞാൻ 175 പേരെ വരെ ഒരു ദിവസം കാണുന്നതാണ് ചില ദിവസങ്ങളിൽ. കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ഛനെ കാണുക എന്നുള്ളൊരു ഉടമ്പടി ലക്ഷ്യമായാൽ ഉടമ്പടി പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി ലക്ഷ്യം അച്ഛനെ കാണുകയല്ലല്ലോ, അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അപ്പം നിങ്ങൾ അവൻ പറയുമെന്നും പോയാൽ ഇപ്പം ചിലർ അച്ഛനെ കാണാൻ വന്ന് ഇടിവെക്കണതിൻ്റെ കാര്യം വെച്ചാൽ അവർക്കറിയാം അവർ ഉടമ്പടി അവർ ഉഴപ്പിയിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ അച്ഛനെങ്കിലും കണ്ടേക്കാമെന്ന് വിചാരിക്കണം. ഉടമ്പടി ഉഴപ്പിയ ആൾക്കാരാണ് അച്ഛനെ കാണാൻ ഇടിവെക്കണത്. അറിയാമല്ലോ നിങ്ങൾക്ക്, അവർക്കറിയാം അവർ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനെങ്കിലും കണ്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സൂത്രപ്പണി കാണിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രേഖകൾ ചോദിക്കുന്നത്. സ്റ്റാറ്റസ് ചോദിക്കും, ഡേറ്റ് നോക്കും. നിങ്ങൾ പുതുക്കി, ഇപ്പം നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായി, നിങ്ങളിപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് 2 കൊല്ലമായി, ഇപ്പം പുതുക്കിയതാണെന്ന് നോക്കും. ഞാൻ നോക്കും, ഇപ്പം അച്ഛനെ കാണാൻ വേണ്ടി മാത്രം ഇപ്പോൾ അഭ്യാസം കാണിച്ച് വന്നതാണെന്ന് നോക്കും. അത് ഉടമ്പടി പേപ്പർ നോക്കുക, അല്ലെ നോക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പി ജീവിച്ചിട്ട് എന്തെങ്കിലും സീരിയസ് വിഷയം അവർ തന്നെ ഉണ്ടാക്കി തന്നെത്താൻ കുഴിക്കുമല്ല, അതിൽ പോയി ചാടും. എന്നിട്ട് ഇവരെ വരുമ്പോൾ ഞങ്ങൾ പറയും ഒരു 2 ആഴ്ച ഉടമ്പടി ജീവിക്കുക, മര്യാദയ്ക്ക് ഉടമ്പടി ആയിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുക, എന്നിട്ട് കാണാമെന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ നിങ്ങൾ രേഖകൾ കൊണ്ടുവരാൻ പറയുന്നതിൻ്റെ കാര്യം. രേഖ എപ്പോഴും രേഖ തന്നെയായിരിക്കും. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കറിയാം, ഈ സാക്ഷികളല്ല ഈ പറയണവരെല്ലാം 10% മാത്രമേ അച്ഛനെ കണ്ട ആൾക്കാരുള്ളൂ. ബാക്കി 90% പേരും അച്ഛനെ കാണാത്തവരാണ്. അവർ വൃത്തിയായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതാണ് വിഷയം. ദൈവം അവർ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനെ കാണുന്ന ഒരു വിഷയമായിട്ട് നിങ്ങൾ എടുക്കരുത് ഉടമ്പടിയിൽ. ഓക്കെ, താങ്ക് യു.